ഹലോ നമസ്കാരം, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വായനാശീലം അത് ജീവിതത്തിൽ വലിയൊരു കാര്യം തന്നെയാണ്. പണ്ടേ എന്തോ ബുക്കുകളോട് ഭയങ്കര സ്നേഹമാണ്. ഇന്ന് നിങ്ങളോട് കുറച്ച് വായനാശീലവും അടുത്തൊരു സ്റ്റുഡിയോയുണ്ട്, അതിൻ്റെ കാഴ്ചകളുമാണ് ഇന്ന് വീഡിയോയിലുള്ളത്. അപ്പം ഇന്ത്യൻ പിക്സറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 1947 ഡൊമിനിക് ചാക്കോ കിഴക്കേമുറി എന്ന സാറ് ഒരു എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനും ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമായിരുന്നു ഡി സി ബുക്സ് എന്ന് പറയുന്നത്. അത് ഇന്ന് ലോകമെമ്പാടും പരന്നു കിടക്കുന്നു എന്ന് പറയാം. കയറുമ്പോൾ തന്നെയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല വായനാശീലം ഇല്ലാത്തവർക്ക് പോലും പലപ്പോഴും ഒന്ന് നോക്കാനെങ്കിലും കൊതിക്കുന്ന ഒരു രീതിയിലാണ്. അരുന്ധതി റോയുടെ ബുക്കായ മദർ മേരി കംസ് ടു മീ യുടെ ഗ്ലോബൽ ലോഞ്ച് ആയിരുന്നു കേട്ടോ, September 2, 2025. ആ ബുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് കണ്ടോ, നല്ല രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഒന്ന് നിന്നെടുത്ത് വായിക്കാനോ ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ. പക്ഷെ അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടനുണ്ട് കേട്ടോ, അദ്ദേഹത്തിന് ഈ ബുക്കുകളെല്ലാം കാണാപ്പാടമാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഓരോ ബുക്കിനെ പറ്റി എടുത്തെടുത്ത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഇത് മുഴുവൻ അദ്ദേഹം വായിച്ചെന്നൊക്കെ തോന്നും. ഈ ബുക്ക് വെച്ചിരിക്കുന്ന രീതികളും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അത്രയ്ക്ക് നീറ്റാണ് കേട്ടോ. ഇതൊന്ന് കണ്ടിട്ട് വന്നാലോ. ഡോക്ടർ ജോസഫ് മർഫി എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് ഉപബോധ മനസ്സിൻ്റെ ശക്തി. നല്ല ബുക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതാണ് പലരും വന്ന് ബുക്ക് എടുക്കുന്നുണ്ട്. ഞങ്ങളും ഇങ്ങനെ കുറേ നേരമായിട്ട് ബുക്ക് തപ്പുന്നു. താഴത്തെ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്, ഡി സി ബുക്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നു. അത് എത്രത്തോളം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കും. അദ്ദേഹം ഇത് ആരുടെ കോൺസെപ്റ്റ് ആയിരുന്നു എന്നുള്ളത്. ഡി സി കിഴക്കേമുറി അല്ലെങ്കിൽ ഡൊമിനിക് ചാക്കോ കിഴക്കേമുറി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു ഡി സി ബുക്സ് എന്ന് പറയുന്നത്. ഇത് 1974 സ്ഥാപിതമായത്. കോട്ടയം, നമ്മുടെ കേരളത്തിലുള്ള കോട്ടയം ജില്ലയിലാണ് ആദ്യം വന്നത്. ഡി സി ബുക്സ് മലയാള സാഹിത്യത്തിൽ പ്രശസ്തരായ എഴുത്തുകാർക്കും പുതുമുഖങ്ങൾക്കും ഒരേ രീതിയിൽ അവസരം നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഇതിനകത്തിലെ നവകഥകൾ, കവിതകൾ, ലഘുകഥകൾ, ജീവചരിത്രങ്ങൾ, ട്രാൻസ്ലേഷൻസ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ, അധ്യാത്മം, ആത്മവിശ്വാസം, ആത്മവികസനം, അക്കാദമിക് പുസ്തകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുകളിലേക്ക് ഞാൻ കാണിക്കാം. അവിടെ ഫിക്ഷനും നോൺ ഫിക്ഷനും ഉള്ള അല്ലെങ്കിൽ നോവൽ കഥകളുടെയൊക്കെ ഓരോ സെക്ഷനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളുടെ ബാഗുകളുണ്ട്, പേഴ്സുകളുണ്ട്. എന്തുകൊണ്ട് അതൊക്കെ ഇന്നത്തെ കാലത്തെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഡി സി ബുക്സ് നിരവധി പ്രശസ്ത മലയാള എഴുത്തുകാരുടെ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം കുറേ ബുക്കുകൾ. ഇവിടെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. MT വാസുദേവൻ നായർ, വൈക്കം മുഹമ്മദ് ബഷീർ, OV വിജയൻ, സുഗതകുമാരി, തകഴി ശിവശങ്കരപ്പിള്ള, അരുന്ധതി റോയുടെയൊക്കെ എനിക്കൊന്ന് ട്രാൻസ്ലേഷൻസ് ആണെന്ന് തോന്നുന്നു കൂടുതലുള്ളത്. സഞ്ചാരി, ബെന്യാമിൻ, സനൽകുമാർ, ശശിധരൻ തുടങ്ങിയ ആളുകളുടെയൊക്കെ ഒത്തിരിയധികം പുതുമുഖങ്ങൾക്കും ഡി സി ബുക്സ് അവസരങ്ങൾ നൽകാറുണ്ട്. അതുമാത്രമല്ല, ഡി സി ബുക്സിന് മൊബൈൽ ആപ്പ് ഉണ്ട് കേട്ടോ. ഇ ബുക്ക് വായനയ്ക്ക് വാങ്ങുന്നതിനുമൊക്കെ മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ യൂട്യൂബ് ചാനൽ വഴി പുസ്തക പരിചയങ്ങൾ, സംവാദങ്ങളൊക്കെ ഇവർ പങ്കുവെക്കാറുണ്ട്. സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവയിലും ഇവർ സജീവമാണ്. സാഹിത്യ വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ച പ്രസാധകർ എന്ന നിലയിലാണ് കേട്ടോ ഡി സി ബുക്സ് അറിയപ്പെടുന്നത്. നല്ല പുസ്തകങ്ങൾ വളരെ കുറവ് വിലയ്ക്ക് ലഭ്യമായി വായനാശീലം വ്യാപിപ്പിക്കാൻ ഡി സി ബുക്സ് വളരെ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ഇതാണ് മുകളിലേക്ക് കയറി വരുന്ന ആ കോണിപ്പടികൾ. ഇതുവഴി കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇവിടെയും ബുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല ശാന്തസുന്ദരമാണ്, അധികം ആളുകളൊന്നും മുകളിലേക്ക് കയറി വരാത്തതുകൊണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നോൺ ഫിക്ഷൻ എന്ന് പറയുന്നതിനൊരു ഏരിയ അവർ കൊടുത്തിട്ടുണ്ട്. ആ ബുക്കുകളെല്ലാം അവിടെയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വേറെ പോയി നോക്കണ്ട. പിന്നെ ബാലസാഹിത്യം ബുക്കുകളെല്ലാം അതിനോട് ചേർന്നിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ബയോഗ്രഫി എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരാൾ നിൽപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറി ഏതൊക്കെ ബുക്കുകളാണ് എന്ന് കാണിക്കാത്തത്. നല്ല ആംബിയൻസ് ആണ് കേട്ടോ, നല്ല കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. പുസ്തകം മാത്രമല്ല, മാസികകൾ, ചെറു പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങൾ, പ്രശ്നോത്തരികൾ, അഭ്യാസ പുസ്തകങ്ങൾ എന്നിവയും ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഫിക്ഷൻ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നു, ഇന്ത്യൻ ഫിക്ഷൻസ് കൊടുത്തിരിക്കുന്നു. പിന്നെ ടോയ്സ് ആൻഡ് ഗെയിംസ് എന്ന് പറഞ്ഞ തൊട്ടപ്പുറത്ത് വേറെ ഒന്നുണ്ട്. അങ്ങനെയെല്ലാം അവിടെ കൊടുത്തിട്ടാണ്. കുറേ കഥകളൊക്കെ ബുക്സ് ഡിസൈൻ ചെയ്ത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസൈൻ ചെയ്തിട്ടെന്നല്ല, പുതിയ കഥകൾ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ അവിടെയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരു വേറെ ലോകം തന്നെയാണ് കേട്ടോ. ഈ ഡിസൈനൊക്കെ എങ്ങനെയാണ് ഓരോ ബുക്കുകളും എടുത്ത് വായിച്ച്, അല്ലെങ്കിൽ ഇതൊക്കെ വായനാശീലം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയൊക്കെ ഒത്തിരിയധികം സ്വാധീനിക്കും. പിന്നെ പഠനമായിട്ട്, വിവർത്തനങ്ങളായിട്ട് ഒക്കെ നോവലുകളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് കൂടുതലുകളും. അപ്പം ഇതിനകത്തിൽ ഈ ബുക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് വായിക്കണം എന്നൊന്നുമില്ല. ഇവർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഉണ്ട് ഡി സി ബുക്സിന് കേട്ടോ. ഡി സി ബുക്സിൻ്റെ ഇ ബുക്സ് ലഭ്യമാണ്.
അവരുടെ ആപ്പ് വഴിയാണ് കേട്ടോ. DC ബുക്സ് റീഡർ ആപ്പ് എന്നാണ് അതിന്. ആൻഡ്രോയിഡ് iOS-ലൊക്കെ ഉണ്ട്. കുട്ടികളിൽ വായനയുടെ രുചി ഉളവാക്കാൻ വേണ്ടി DC ബാല ബുക്സ് എന്ന ചിൽഡ്രൻ സെക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് DC ബുക്സ്. അതുപോലെ തന്നെ ഒത്തിരിയധികം കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഇവർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പണ്ട് കണ്ട ബുക്കാണ് കേട്ടോ, പോഗോ മാഡ്. ഇത് ആരും എല്ലാ കുഞ്ഞുങ്ങളും ഒരുവിധം ഇന്നത്തെ കാലത്തുള്ള കുഞ്ഞുങ്ങളാണ് ഇതൊന്നും കാണാൻ ചാൻസ് ഇല്ലാത്തത്. പഴയ 90s കിഡ്സൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഗെയിംസുകളും ഒക്കെയാണ്. അപ്പോൾ അതേ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള കിൻഡൽ ആൻഡ് ഗൂഗിൾ ബുക്സിലൊക്കെ ഇവിടെ കൃതികളൊക്കെ ലഭ്യമാണ്. പിന്നെ DC ബുക്സിൻ്റെ DC കിഴക്കേമുറി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എന്തായിരുന്നു ഏതായിരുന്നു എന്നുള്ളത്. ദ വേൾഡ് മീറ്റ്സ് അറ്റ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്തിൽ ആഡ് ചെയ്യാനുണ്ട്. DC ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ഉണ്ട്. കേരളത്തിലെ പ്രസിദ്ധമായ എഴുത്തുകാരെ കൂട്ടിക്കൊണ്ടുപോവുകയും സാഹിത്യ സമ്പാദനകൾ നടത്തുകയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി എടുത്തൊരു ബുക്ക്. പക്ഷേ ഈ ബുക്കല്ല ഞങ്ങൾ എടുത്തത്. ഇതിനകത്തിൽ കൂടുതൽ എങ്ങനെ നമ്മൾ പഠിപ്പിച്ച് പറയണമല്ലോ. ഇതിനകത്തിൽ ആപ്പിൾ, ബനാന, ഗ്രേപ്സ്, ക്യാറ്റ്, ഡോഗ് എന്ന് വേണ്ട ഇതൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം മാതാപിതാക്കന്മാർ നമ്മളെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും പഠിപ്പിക്കാൻ വേണ്ടി എന്നുള്ളത്. ഇത് ട്വിങ്കിൾ ഒറിജിൻസ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ആ ബുക്കിൽ നമ്മൾ പണ്ട് ശിക്കാരി ശംഭു എന്നൊക്കെ കേട്ടില്ലേ, പിന്നെ ബീർബലിൻ്റെ കഥകൾ, അതൊക്കെയാണ് ഇതിനകത്തിൽ പല കഥകളായിട്ട് ഓരോരോ സീരീസ് പോലെ ഇറക്കിയിരിക്കുന്നു. പിന്നെ ഈ ബുക്കിനകത്തിൽ നല്ല കളർഫുള്ളാണ്. ഇതൊക്കെ നോക്കി നിൽക്കും കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. ടച്ച് ആൻഡ് ഫീൽ ബുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇവിടെ ഈ ഏരിയ മുഴുവൻ കുഞ്ഞുങ്ങളുടെ ഏരിയയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബുക്കുകളും പുസ്തകങ്ങളും, മോറൽ സ്റ്റോറീസ് 199, അതായത് 199 മോറൽ സ്റ്റോറീസ് ഉള്ളൊരു ബുക്ക്. ഈ ബുക്കാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. ഇതിനകത്ത് 199 കഥകളുമുണ്ട്. അതിനകത്തിൽ എന്താണ് അതിൻ്റെ മോറൽ ഉള്ളടക്കം, അല്ലെങ്കിൽ എന്താണ് ഫുൾ ഉള്ളടക്കം എന്നും എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് രീതിക്കുള്ളൊരു ബുക്കാണ് ആ ബുക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ബുക്കാണ് കേട്ടോ. ഞങ്ങൾ വായിച്ച് കുഞ്ഞുങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കേട്ടിങ്ങനെ ഇരിക്കും. പിന്നെ ഞങ്ങൾ വേറൊരു ബുക്ക് കൂടെ സുധാമൂർത്തി മാമിൻ്റെ ഞങ്ങൾ വേറൊരു ബുക്ക് കൂടെ പർച്ചേസ് ചെയ്തിരുന്നു. ഒറ്റയൊരു ബുക്കേ ഉള്ളായിരുന്നു സുധാമൂർത്തി മാമിൻ്റെ. അതും ഞങ്ങൾ വാങ്ങി. അപ്പം ഇത്രയേ ഉള്ളൂ DC ബുക്സിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ. വീഡിയോ കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഇനിയും ഞങ്ങളുടെ വീഡിയോകൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ബൈ, സീ യു.